ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. എന്ത് മഴയെ പുറത്ത് നന്നായി മഴ പെയ്യുന്നു. ജനൽ തുറന്നപ്പോൾ തണവ് കയറുന്നുണ്ട്. നമുക്ക് പുറത്ത് പോയിട്ട് നോക്കാം. ഞാനിപ്പോൾ അത് എണീറ്റു. എൻ്റെ മേലുകളൊക്കെ കഴിഞ്ഞു. തല നനച്ചിട്ടില്ല. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ ചേച്ചി എന്താ എപ്പോഴും ഇങ്ങനെയുണ്ട്. തല നനയ്ക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നും തല നനയ്ക്കാറുണ്ട്. പക്ഷേ ഇന്നലെ മുതൽ എനിക്ക് ഒരിങ്ങനെ അരിക്കൽ പോലത്തെ ഒരു ചുമ. അപ്പോൾ തൊണ്ടയ്ക്ക് ഇങ്ങനെ കാറച്ചിട്ടുള്ളൊരു ചുമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് തല നനയ്ക്കേണ്ടത്. പിന്നെ എന്ത് പൊതുവേ നല്ല തണവും. അപ്പോൾ അത് കാരണം തല നനച്ചില്ല. മേല് കഴുകി നമ്മൾ ചെറിയൊരു മേക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോവാണ്. നമുക്കൊരു 9 മണിയാകുമ്പോൾ നമുക്ക് പാർവതിയും ദേവിനും ഡാൻസിന് കൊണ്ടുപോകാണ്ട്. നേട്ടില്ല ഇവിടെ ഏട്ടൻ. ഇന്നലെ പോയിരിക്കും. 2-3 ദിവസം കഴിഞ്ഞാൽ വരുള്ളൂ. പ്രോഗ്രാമിന് പോയതാട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പം ഇവരേനൊക്കെ റെഡിയാക്കണം. ആദ്യം അടുക്കളയിലൊന്ന് പോയി നോക്കട്ടെ, എന്താണ് പാട് നോക്കട്ടെ. എന്നിട്ട് ഇവരെ എണീപ്പിച്ചിട്ട് ഇവർ മേല് കഴുകുള്ളൂ. കാരണം ഇവർക്ക് 2 പേർക്കും ചുമയ്ക്കണമുണ്ട്, മൂക്കൊന്നും വരുന്നുണ്ട്. അപ്പം മേലൊക്കെ കഴുകിയിട്ട് പെട്ടെന്ന് റെഡിയാക്കണം. പാറട്ടി കിടക്കണമൊക്കെ ആകെ പൊതിച്ച് മൂടിയിട്ടാണ്. നല്ല തണവാണ് കേട്ടോ. നല്ല മഴ വരും, മഴക്കാലം പോലെ തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം. മഴ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതേപോലെ തന്നെ വൈകുന്നേരം വരെ ഉണ്ടായത്. അത് കാരണം ഒരു ഉഷാറില്ലാത്ത പോലെ വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കാനാണ് തോന്നിയത്. അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിക്കുള്ള സാമ്പാർ ദമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇഡ്ഡലി അപ്പുറത്തെ അടുപ്പത്ത് ഇങ്ങനെ ആവണുണ്ട്. ഇനി ഞാൻ കുറച്ച് ചട്നി ഉണ്ടാക്കട്ടെ വിചാരിച്ചു. വലിയ ആൾക്കാരെ ഷാളാണ് കേട്ടോ. നടു മുറിച്ചാണ്ട് 2 ആൾക്ക് കൂടിയിട്ട് ഇയാളുടെ ഭർത്താവുന്നുണ്ട്. എവിടെ നോക്കണേ, ഒരു ഹായ് പറഞ്ഞേ. ഇതെവിടെ 2 മാലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് പാപ്പ ഇപ്പം മിനിയാന്ന് മേമടോടെ വിളക്കിന് പോയിട്ട് കൊടുക്കുന്ന കേട്ടോ. മാലയും ഹെയർ ബാൻഡും ഈ ടിംപിയൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ ഡാൻസിന് പോയിട്ട് വരാം. അപ്പുറത്ത് എട്ടിയമ്മമാരുണ്ട്, പിള്ളേരുണ്ട്. നമ്മളെ ശ്രേയ ചേച്ചിട്ടില്ലേ, ശ്രേയ ചേച്ചി അനിയത്തി ഉണ്ട്, അതുപോലെ മണിക്കുട്ടി ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വണ്ടി വിളിച്ച് പോകുന്നതായിരിക്കും. മഴയ്ക്ക് ഇപ്പോഴും കുറവൊന്നും ഇങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കല കേട്ടോ. അപ്പം ഞങ്ങളിനി ഡാൻസ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം ചായ കൂടിയൊക്കെ കഴിച്ച് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഓട്ടോയ്ക്ക് പോകണം. അറിയില്ല, പിള്ളേരുണ്ടാവും എന്തായാലും. അപ്പോൾ അവരെ കൂട്ടിയിട്ടും കൂടെ വേണം നമുക്ക് പോവാൻ. നമ്മളിവിടുന്ന് ഓട്ടോയ്ക്കൊക്കെ പോകാനുള്ള ദൂരം കേട്ടോ. ചാലിശ്ശേരിക്ക് എത്തണ്ട, അതിൻ്റെ മുന്നേയായിട്ട് കുന്നത്തേരി എന്നൊക്കെ പറഞ്ഞൊരു ഏരിയയിലാണ്. അപ്പോൾ അവിടെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഡാൻസ്. ഒരുപാട് മക്കളുണ്ട്. മഴയാകാനും കുറേ ആൾ ലീവ് ചെയ്യുന്നു. ഡെലിവറിക്ക് പോണതിൻ്റെ മുന്നേയിട്ട് ആളെന്നെ ഒഴിവാക്കണം. കാരണം ഏട്ടനൊന്നും ഇവർ വരുന്ന സമയത്ത് ഉണ്ടാവില്ലേ. അപ്പോൾ പൈസ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടും. ഇനി പോയി വന്നിട്ട് ഞാൻ ആളേക്കെന്നൊക്കെ എടുക്കുള്ളൂ എന്തെങ്കിലുമൊക്കെ. ഇതൊക്കെ ആളെടുത്തുനിന്നെടുത്ത് മാക്സിയാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് 4 മാസം കഴിഞ്ഞു കേട്ടോ. 4 കഴിഞ്ഞു, 5 തുടങ്ങാനായി. വയറ് നല്ലോണം ഉണ്ട് കേട്ടോ. 5-ാം മാസത്തെ വയറൊന്നല്ല. വയറ് കണ്ടിട്ടുണ്ടെങ്കിൽ 8-9 ആയി. ഇതൊന്നും എനിക്ക് ഓൾറെഡി നല്ല കുമ്പുണ്ടായിരുന്നു. അത് കാരണം തന്നെ ഇപ്പം നല്ല വയറുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ധൃതി പിടിച്ചില്ല ചായ കുടിച്ചത്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ലാവിഷായി ചായ കുടിച്ചിട്ട് വരാൻ വിചാരിച്ച്. ഒരു മരുന്നും കൂടെ കഴിക്കാറുണ്ട്. അതൊന്നും ആ സമയത്ത് കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ സമയം ഉച്ചയായി തുടങ്ങി, 12 മണി ആവാനായി. എന്തായാലും ഒന്നും കൂടെ ചായ കുടിക്കട്ടെ. അപ്പോൾ തന്നെ ആകെ 4 ഇഡ്ഡലിയുള്ള എല്ലാവരും ചായ കൂടി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഈ 4 ഇഡ്ഡലി അങ്ങോട്ട് ഫിനിഷാക്കാൻ പോവാണ്. ഞാനും ദേവട്ടിയും കൂടെ ചായ കുടിക്കുന്നു. പാറുവിന് ചായ ഒന്നും വേണ്ട, അവൾക്ക് കളിക്കാൻ പോയാൽ മതി എന്നിട്ട് അവൾ പോയിട്ടുണ്ട്. മാവ് ഇരിക്കുന്നുണ്ട്, ഞാൻ കറക്റ്റ് ഉണ്ടാക്കിയുള്ളൂ. ഇനി എന്താ പറയുക, വൈകുന്നേരം നമുക്ക് ചായക്ക് വല്ല ദോശയൊക്കെ ഉണ്ടാക്കാം. മാവ് ഇരിക്കുന്നുണ്ട്, ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് മാവ്. അപ്പോൾ നമ്മളെ ചട്നി ഇവിടേക്ക് എത്തിയപ്പോൾ ക്യാമറയ്ക്കൊരു മങ്ങൽ പോലെ അല്ലേ.
ചട്നി ഒഴിച്ചിട്ടുണ്ട്. തേങ്ങ അരക്കാത്ത സാമ്പാറാണ് കേട്ടോ. സാമ്പാർ ഒക്കെ പാടെ അവിടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ചമ്മന്തി ഇത് ഇന്നലത്തെയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ ദോശയായിരുന്നു, ബാക്കി മാവായിട്ടാണ് നമ്മളിന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയത്. അപ്പോൾ ചമ്മന്തി ഇന്നലെ നമ്മൾ വെള്ളം ചേർക്കാതെ അരയ്ക്കണ കാരണേ ചമ്മന്തിക്ക് കേടൊന്നുമില്ല, ഉള്ളി ചമ്മന്തിയാണ്. അപ്പോൾ അത് ഞാൻ കളഞ്ഞില്ല, അത് ഇന്നേക്ക് എടുത്തു. അയ്യൻ്റെ പൊന്നേ, ഞാനും ദേവട്ടിന്ന് ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. ദേവട്ടിന് വലിയൊരു ഹായൊക്കെ വിട്ടിട്ടുണ്ട്. മതി. പുതിയ സെൽഫി സ്റ്റിക്കാണ് കേട്ടോ. സ്റ്റിക്കായിട്ടും ട്രൈപോഡായിട്ടും ഉപയോഗിക്കാൻ പറ്റണ പുതിയത് വാങ്ങിയതാ. പഴയത് നമ്മളെ കിടന്നുണ്ടായി. അപ്പൊ ഇത് കണ്ടപ്പോ മുതൽ തുടങ്ങിയതാണ്. ഞാനൊന്ന് ഹായ് പറയട്ടെ. ചായ കുടിക്കട്ടെ. അപ്പൊ നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഉച്ചയ്ക്ക് നമുക്ക് സാമ്പാറുണ്ട്, പിന്നെ അതുപോലെ ഇന്നലത്തെ മീൻകറി ഇരിക്കുന്നുണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് അങ്ങോട്ട് പോണം. പിന്നെ കോഴിമുട്ട എന്തെങ്കിലും അല്ലെങ്കിൽ പപ്പടമോ എന്തെങ്കിലുമൊക്കെ കാച്ചണം. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി നമുക്ക് ഷെൽഫുകളൊക്കെ ഒന്ന് ഇത്തിരി വൃത്തിയാക്കാണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഏതായാലും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നുന്നില്ല. ഭയങ്കര എനിക്ക് ചാറി നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചീഞ്ഞ ഞായറാഴ്ചയായി പോയി. ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വിചാരിച്ചു. പാർട്ടി അങ്ങോട്ട് കളിക്കാൻ പോയിട്ടുണ്ട്. ദേവട്ടി ഉണ്ട് എൻ്റെ കൂടെ. ഇനി എന്താവോ, വൃത്തിയാക്കാൻ പറ്റുമോ ഒന്നും അറിയില്ല. അപ്പം എന്തായാലും ഞാൻ ആ പണി നോക്കട്ടെ. നമ്മളെ ലവ് ബേർഡ്സാണ് കേട്ടോ. നല്ല മഴയൊക്കെ തന്നെ അവരെ പുറത്തേക്ക് വെച്ചിട്ടില്ല കൂട്. അപ്പോൾ അകത്ത് തന്നെയാണ്. അവർക്ക് ഭയങ്കര തണവാണ്. കണ്ട ഒരു 4 മുട്ട ഉണ്ടായിരുന്നാലും ഒരെണ്ണം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ വേഗം കൂട്ട് കയറും അവർ. നമ്മളെടുക്കാൻ വരിക വെച്ചിട്ട് എന്താ അറിയില്ല, പേടിച്ചിട്ട് വേഗം കയറും. അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫ്രീ ആണ്. പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞില്ലേ, മഴ ചീഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഒന്നും ഒരു മൂഡും ഇല്ല. അപ്പം അകത്ത് തന്നെയായിരുന്നു ഫുള്ളായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വാർഡ്രോബൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ടേക്കുന്ന ഏരിയ, അതുപോലെ പിള്ളേരുടെ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കുന്ന മൊത്തം എല്ലാ കള്ളിയും എല്ലാ അറകളും മൊത്തം അലങ്കോലമായിട്ടോ കിടക്കണത്. ഇപ്പോൾ ഈ മേലത്തെ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഈ ഫയല്, അതുപോലെ പാറുവിൻ്റെയും ദേവുവിൻ്റെയും ബുക്കുകൾ, പാറുവിൻ്റെയാണ് കൂടുതൽ, ദേവുവിൻ്റെ 1-2 ബുക്കൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഫാൻസി സാധനങ്ങൾ, നമ്മൾ ഉപയോഗിക്കണതും ഉപയോഗിക്കാത്തതും ഒക്കെ. ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തേക്കും പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ തരം തിരിച്ച് വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഓരോ അറകളിലും വെച്ചിട്ടുള്ളത്. പക്ഷെ അതൊക്കെ അലങ്കോലാണ്. മൊത്തം എന്താ പറയുക, അങ്ങോട്ട് ഇറക്കിയിട്ട് ശരിയാക്കി വെക്കണം എന്നൊക്കെയാണ് മനസ്സിൽ. പക്ഷേ എനിക്ക് എല്ലാതും കൂടെ ഒരുമിച്ച് ഇപ്പോൾ പറ്റില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ പാറുട്ടിയും ദേവുട്ടിയും ഉള്ള കാരണം തന്നെ അവർ ലീവല്ലേ, വീട്ടിലുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഒന്നാകെ വലിച്ചിട്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല. പിന്നെ പഴയ പോലെ ഒക്കെ കൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ കള്ളി ഓരോ ദിവസമായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ പാറുവിൻ്റെ ബുക്കുകൾ വയ്ക്കുന്ന കള്ളിയാണ് ആദ്യം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒക്കെ പുറത്തേക്ക് എടുത്ത് വയ്ക്കാൻ കേട്ടോ. അങ്ങനെ എത്ര അങ്ങനെ ഒതുക്കി വെച്ചാലും കുറേ എന്താ പറയുക മാറ്റങ്ങളൊക്കെ കൊടുന്നാലും ഇതുവരെ അങ്ങോട്ട് ശരിയാവണില്ലടോ. ഒരുപാട് വീഡിയോസൊക്കെ ഇരുന്ന് കാണും കേട്ടോ. എന്നിട്ട് അങ്ങനെ ഒരു
ചുവപ്പ് ബാസ്ക്കറ്റ് ഇരിക്കണുണ്ടോ, അതൊക്കെ ഇതുപോലെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ് സംഭവം. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ആ ബാസ്ക്കറ്റ് വന്നതിന് ശേഷം കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്, വലിയ അലങ്കോലമില്ല. പക്ഷെ എന്നാലും എന്താ പറയുക, ഞാൻ വിചാരിച്ച തൃപ്തിയായിട്ടില്ല. എപ്പോഴും എനിക്കിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എനിക്കാണെങ്കിലും ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അത് കാരണം എപ്പോഴെപ്പോഴും ഒതുക്കാൻ വലിയ ഇഷ്ടമില്ല. ഒതുക്കി വെച്ചാൽ അങ്ങനെ ഇരിക്കണം, അതാണ് ഇഷ്ടം. പക്ഷെ അങ്ങനെ തീരെ ഇരിക്കണില്ല. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഞാനിപ്പോൾ ഇതൊക്കെ കണ്ട ബുക്ക് വെക്കുന്നിടത്താണ് മരുന്നിൻ്റെ കവറും കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ ഞാൻ തന്നെ വെച്ച് പോണതാട്ടോ. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഞാനല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ ഏട്ടനോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് പിന്നെ അപ്പം എടുത്ത് വെച്ചാൽ മതി. പക്ഷെ അപ്പം മടി വരും. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ, പിന്നെ റെഡിയാക്കാൻ വിചാരിക്കും. പിന്നെ അത് കൂടി ആകെ മൊത്തം അലങ്കോലമാവും. അപ്പോൾ അതാണ് സംഭവം. നമ്മൾ ആ സ്ലേറ്റ് എന്നാളൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, സംഭവം അതാണത്. അതുപോലെ എല്ലാ സംഭവങ്ങളും ഞാൻ എടുത്ത് പുറത്തേക്ക് ഇട്ടതിൻ്റെ ശേഷം വേണ്ടത് മാത്രം ഉള്ളിൽ കയറ്റുക കേട്ടോ. ഞാൻ ആ ഒരു ഷെൽഫ് തന്നെ ഒന്നല്ല, ഞാൻ അതും അതിന് താഴെയുള്ളതും ഒന്ന് ഇതാക്കി അതിനെ വൃത്തിയാക്കിയപ്പോൾ ഒരുപാട് കച്ചറകൾ പുറത്തേക്ക് കളയാണ്ടായിരുന്നു, ഒരുപാട്. അപ്പോൾ മൊത്തം വൃത്തിയാക്കി വന്നിട്ടുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, അത്രയും ഉണ്ടാവും ഒഴിവാക്കാനുള്ളത്. അപ്പോൾ ഇവരുടെ ഇതിൽ മെയിനായിട്ട് ഈ സ്കെച്ചും ക്രയോണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഒഴിവാക്കാനൊക്കെ ആയിട്ട്. പൊട്ടിയതും അങ്ങനെ ക്രയോണൊക്കെ ഇങ്ങനെ ഇരുന്ന് പൂപ്പൽ വന്നിട്ടുള്ളതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കള്ളിയത്തെ ഫുള്ള് സംഭവങ്ങൾ ഞാൻ പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഇത് സംഭവം ഉണ്ട്, ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു ബുക്കാണ് കേട്ടോ. ഇങ്ങനെ ABCD ഇതൊക്കെ പഠിക്കണേ. അതുപോലെ എന്താ പറയുക, ഇത് എനിമൽസിൻ്റെയും വെജിറ്റബിൾസിൻ്റെ ആണ് സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ 10 ബുക്കായിട്ട് ഞാൻ വാങ്ങിയതാണ്. പാറുവിന് വാങ്ങിയതാണ്, ഇപ്പോൾ ദേവുവിനാണത് ഉപകാരം. അപ്പോൾ ഞാനിതൊക്കെ എടുത്തതിന് ശേഷം നമ്മളുടെ അവിടെ അടിയിലൊരു പേപ്പർ വിരിച്ചിരുന്നു. അത് ആകെ അഴുക്കും എണ്ണൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്, കളറായിട്ടും പെന്നുകൊണ്ട് വരച്ചിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അത് മൊത്തം ഞാനത് എടുത്ത് മാറ്റിയിട്ടോ. അങ്ങനെ അതൊക്കെ മാറ്റിയതിന് ശേഷം ഞാനിതാ വേറൊരു പേപ്പർ, ഇത് സംഭവം എന്താണെന്നറിയോ, നമ്മളെ എന്താണ് ഇതില്ലേ മേശയുടെ മുകളിലൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ വിരിക്കില്ലേ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ, അതുപോലെ വിരിക്കണ ഒരു പേപ്പറാണ് കേട്ടോ. അതിൻ്റെ ഇവിടെ എന്തോ ഒരു ഫംഗ്ഷന് വാങ്ങിയിട്ട് ഇതുപോലെ ബാക്കി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു കഷ്ണം എടുത്തിട്ട് എന്താണ് വിരിക്കണം. ഇനിയിപ്പോൾ ഏതായാലും ഇതവിടെ ഇങ്ങനെ ഇരുന്നാൽ നാശമാവുള്ളൂ. അപ്പം ഞാനും ഇപ്പോൾ എവിടെ ആയാലും, ഇപ്പോൾ റൂമിലായാലും ഇനിയിപ്പോൾ അടുക്കളയിലൊക്കെ ആവശ്യം വന്നാൽ ഞങ്ങൾ തന്നെ ഇട്ടിട്ട് എടുത്ത് അങ്ങനെ അടിയിൽ വിരിച്ച് കൊടുക്കാറ്. അപ്പം ഞാൻ അത് അളവെടുത്തിട്ട് അത് വിരിച്ച് കൊടുക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ആ കള്ളിയിൽ വിരിച്ച് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല. ആ കളർ അതിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ. ആ പേപ്പറിൻ്റെ മേലൊരു കളർ പിടിച്ച പോലത്തെ ഒരു ഡിസൈനാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ക്രയോണിൻ്റെയും സ്കെച്ചിൻ്റെയും ഒരു തല്ലാണ്. എന്താ വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് കിട്ടണതും, അതുപോലെ തന്നെ ഇപ്പം അംഗനവാടിയിൽ നിന്നായിട്ടും ഓണപ്പരിപാടിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഒരുപാട് സ്കെച്ചുകളും അതുപോലെ നമ്മൾ തന്നെ വാങ്ങിക്കണതും അങ്ങനെ ക്രയോണൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്താ വെച്ചാൽ നമ്മളൊരു പാക്കറ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അങ്ങോട്ട് ഇതാക്കും. പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അപ്പോഴും നമ്മൾ അത് തിരഞ്ഞു കിട്ടില്ല, അപ്പോൾ നമ്മൾ വേറെ എടുത്ത് കൊടുക്കും. അങ്ങനെ ആയിട്ട് ലാസ്റ്റ് ഞാനൊക്കെ കൂടി പറക്കി കൂട്ടിയിട്ട് ഒരു ബോക്സിലിട്ട് വെച്ചിരുന്നതാണിത്. ഇനിയിപ്പോൾ അതിൽ നിന്ന് നല്ലത് മാത്രം തിരഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിലും വേണ്ടാത്തത് ഇങ്ങനെ കുഞ്ഞു പീസായി ഇതൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ക്രയോണൊക്കെ ഇങ്ങനെ ഇരുന്നൊരു പൂപ്പൽ വന്ന പോലെ ഉണ്ട്, അപ്പോൾ അതൊക്കെ എടുത്ത് കളയാനാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബോക്സിൽ ഞാൻ വെച്ചിരിക്കുന്ന എടുക്കാത്ത 2 സ്കെച്ച് ഉണ്ട്, അതും പിന്നെ ഈ പെൻസിൽ അറിയോ, മഴവിൽ പെൻസിൽ, അങ്ങനെ കേട്ടോ ഇവിടെ മക്കൾ പറയുക. അങ്ങനെ കളറുള്ള 2-3 കളറുള്ള ഒരു സ്ലേറ്റ് പെൻസിലാണിത്. അതൊരു ബോക്സിലുണ്ട്, അത് വല്ലപ്പോഴും നമ്മൾ ദേവൂട്ടിക്ക് അംഗനവാടിക്ക് കൊടുത്തേക്കും. അപ്പോൾ അത് അങ്ങനെ അതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇവരിങ്ങനെ ഉപയോഗിച്ച് നാശമായത് സ്കെച്ചൊക്കെ നിറം പിടിക്കണതൊക്കെ ഞാനിങ്ങനെ നോക്കിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതി നോക്കിയിട്ടൊക്കെയാണ് അതിലിട്ടത്. അതുപോലെ തന്നെ എന്താണ് പറയുക, മാർക്കർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ, ഹൈലൈറ്റർ, അതുപോലെ സ്പെല്ലിങ്ങുകൾ, ഇതൊക്കെ ഏട്ടൻ ഇങ്ങനെ കണ്ടാൽ കൊണ്ടുവരും. പക്ഷെ ഇവർക്ക് തീരെ ശ്രദ്ധയില്ലടോ, ഒക്കെ ആ നേരത്താണ് കളിക്കുക. പിന്നെ നമ്മൾ പോയിട്ട് വേണം ഇതൊക്കെ പറക്കിയപ്പോൾ പറക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ ചിലതൊന്നും കാണില്ല. അങ്ങനെ ആയിട്ട് ഇപ്പോൾ കുറച്ചുണ്ട്, ഉള്ളതൊക്കെ ഞാൻ അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഈ പെന്നിതാ ആ ഒരു ഇതിൽ പെന്നുകളാട്ടോ, അതിൽ കുറേ എഴുതാത്ത പെന്നുണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞു. ഈ പെന്നിതാ അത് കുട്ടി ഏട്ടൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കണേ, ഇതാ ലൈറ്റ് കത്തണേ പെന്നാണ്.
ലൈറ്റ് കത്തും. അതുപോലെ തന്നെ അതിൽ ചെറിയ ട്യൂബേ ഉണ്ടാവുള്ളൂ, പക്ഷേ അതിൻ്റെ നിബ്ബ് നല്ല ഒരു ഈള് പോലത്തെ ഉണ്ട്, നല്ല സുഖമാണ് അതുകൊണ്ട് എഴുതാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ അവൾ പെൻസിൽ കണ്ടപ്പോഴേ മഴവിൽ പെൻസിൽ കണ്ടപ്പോൾ വാശി പിടിക്കുകയാണ്, അതെനിക്ക് വേണം വേണം പറഞ്ഞിട്ട്. ആ ലാസ്റ്റ് ഒരെണ്ണം ഞാൻ കൊടുത്തു, അതായിട്ട് അവിടെ ഒരു ഭാഗത്ത് ഇരുന്നു. പിന്നെ അങ്ങനെ അത് ഏകദേശം നമ്മളുടെ ആ ഒരു ബുക്കുകളൊക്കെ വെക്കുന്ന ആ ഒരു ഷെൽഫ് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോഴും സത്യം പറഞ്ഞിട്ടുണ്ട് ഫുള്ള് റെഡി ആയിട്ടില്ല കേട്ടോ. എനിക്ക് ബുക്കുകൾ എങ്ങനെ വെക്കേണ്ടതെന്നൊരിത് കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പം എനിക്ക് തോന്നിയ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് അത് വീണ്ടും മാറ്റും. ഇപ്പം ഞാനിങ്ങനെ അവൾ അധികം എടുക്കാത്ത ബുക്കുകൾ, അതുപോലെ എക്സ്ട്രാ ഉള്ള നോട്ട് ബുക്കുകൾ, അതുപോലെ നമ്മൾ ദേവുട്ടിയുടെ സ്ലേറ്റ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടിയിട്ട് ഞാൻ ഇതുപോലെ അങ്ങനെ കുത്തിച്ചാരി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ എളുപ്പമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് ബുക്കുകളും കൂടെ അതിൻ്റെ ഉള്ളിൽ വെക്കാനുണ്ട്. അപ്പം ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം തൽക്കാലം ഞാൻ ഈ ഒരു വിധത്തിലാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു സ്കെച്ചും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു അങ്ങനത്തെ ഒരു എന്താണ് കൊട്ടയിലിട്ടിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എക്സാമിൻ്റെ സമയത്ത് മാത്രമേ പാർട്ടിക്ക് കൊടുക്കാറുള്ളൂ കേട്ടോ, ഈ ഒരു പെൻസിലിൻ്റെ ബോക്സ്. മറ്റേത് നമ്മൾ എന്തെങ്കിലും അവൾക്ക് വരയ്ക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ കളർ കൊടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു 10 രൂപയുടെ ഒരു സ്കെച്ച് വാങ്ങിയിട്ടുണ്ട്, അത് തന്നെ കൊടുക്കാറുള്ളൂ. പിന്നെ അതാ ഇതുപോലെ പെന്ന് ആ കൊട്ടയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ മുക്കിൽ ഞാൻ പെൻസിലിൻ്റെ ദേവുട്ടിയുടെ മഴവിൽ പെൻസിൽ പറഞ്ഞില്ലേ, അത് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാർട്ടിക്ക് ഒരു വട്ടം ഇവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്, ആ ഒരു ഗ്ലാസ് ഇട്ട് പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അതിൽ ഞാൻ ആ മുക്കിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലൊരു ബാക്ക്ഗ്രൗണ്ടിലൊരു പിക്ചർ കാണാനില്ലേ, അത് നമ്മൾ പാറുട്ടിക്ക് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. നല്ല രസമാണ് ആ പിക്ചർ കാണാൻ. അപ്പോൾ അത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് രണ്ടാളുടെയും ബോക്സുകളാണ് കേട്ടോ. ദേവുട്ടിക്ക് ബോക്സിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും പാറുട്ടിക്ക് വാങ്ങിയപ്പോൾ ഏറ്റവും മേലിരിക്കുന്ന ആ മഞ്ഞ കുഞ്ഞീത് അവൾക്ക് ഞങ്ങൾ പെൻസിലിടാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. ഈ അടിയിലത്തെ മഞ്ഞയാണ് പാറുട്ടി സ്കൂളിലേക്ക് കൊണ്ടുപോകണത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഏകദേശം നമ്മൾ ലെവലാക്കിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മേലത്തെ കളി ഒന്ന് റെഡിയാക്കി, ശരിക്കും സെറ്റായിട്ടില്ല, കളയാളൊക്കെ എടുത്ത് കളഞ്ഞു. ഇനി ഇരിക്കണതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കാനുണ്ട്. ഇത് കുറച്ച് ഇതാണ് കേട്ടോ, ഡേറ്റ്സ്, നമ്മൾ ഈത്തപ്പഴം, നല്ല അടിപൊളി ഈത്തപ്പഴമാണ്. അപ്പോൾ ഞാനത് ഈ ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞ റൂമിൽ ഇങ്ങനെ ഒരു കുപ്പിയിലാക്കി വെച്ചേക്കാണ്. ആ ദിവസം ഞാനൊരു 5 വെച്ച് കഴിക്കും. ചില ദിവസം മറന്നു പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ ആ മുക്കിലൊരു കുപ്പി ഇരിക്കണം കണ്ടോ, അത് ചില്ല് കുപ്പിയാണ്. പണ്ടത്തൊക്കെ സിനിമയിൽ കള്ള് ഷാപ്പിലൊക്കെ ഉണ്ടാവണം അങ്ങനത്തെ ഒരു മോഡൽ കുപ്പിയാട്ടോ. അതൊക്കെ പൊന്നാനിന്ന് ഞാൻ കണ്ടപ്പോൾ എടുത്ത് കൊണ്ടുവന്നതാണ്, എണ്ണ ഒഴിച്ച് വയ്ക്കാമല്ലോ തലയിൽ തേക്കുന്ന എണ്ണ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മുകളിലുണ്ട്. ഇപ്പോഴും അത് സെറ്റായിട്ടില്ല, ഞാനങ്ങനെ ഒതുക്കി വെച്ചിട്ടില്ല. അതിലുണ്ടായിരുന്ന കളയാനുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു എന്ന് മാത്രം. ഇത് പിന്നെ ഏറ്റവും അടിയിൽ ആ ബുക്കിൻ്റെ അടിയിലുണ്ടായിരുന്ന ബുക്കുകൾ ഇതൊക്കെ വെച്ചില്ലേ, അതിൻ്റെ അടിയിലുള്ള ഷെൽഫാണ് കേട്ടോ. ഇവിടെ നമ്മൾ മെഡിസിന്, അതുപോലെ എന്താണ് നമ്മളുടെ ഈ ചോപ്പ് കൊട്ടയില്ലേ, ഈ ചോപ്പ് കൊട്ടയിൽ മേക്കപ്പ് ഐറ്റംസ്, നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ മാത്രം ഉപയോഗിക്കണേ നെക്ലേസ്, അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ എക്സ്ട്രാ സോപ്പ്, വെളിച്ചെണ്ണ, പൗഡർ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഈ ഒരു ചോപ്പ് കൊട്ടയിൽ. പിന്നെ ആ മുക്കിലിരിക്കുന്ന ആ ഓറഞ്ച് കൊട്ടയില്ലേ, അതിൽ മരുന്നുകൾ, കുട്ടികൾക്ക് വേണ്ട മെഡിസിനും നമുക്ക് വലിയവർക്ക് വേണ്ടതും എല്ലാതും ഉണ്ട് അതിൽ. അത് ലിപ് ബാമൊക്കെയാണ് കേട്ടോ. അങ്ങനെയുള്ള ഈ റോസ് ഡപ്പയിൽ കമ്മലുകൾ, അതുപോലെ ആ ഒരു ബ്ലാക്ക് ഇതില്ലേ, ആ ചെറിയ ബോക്സ്, അതിനകത്ത് മാലകൾ, അതുപോലെ കുട്ടികളുടെ വളകൾ, കല്ല് വെച്ചിട്ടുള്ള അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. ഇത് പിന്നെ ഒരു പുറംപാന്തിയാണ് കേട്ടോ, അത് ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കിടക്കാൻ നേരത്ത് ഞാൻ ബെഡിൻ്റെ അടുത്ത് വെക്കും, അത് കഴിഞ്ഞ് അവിടെ വയ്ക്കും, അല്ലെങ്കിൽ പിന്നെ അത് ആവശ്യം നേരത്ത് കിട്ടില്ല. അപ്പോൾ അതിൽ നമ്മൾ ഈ പനിയുടെ, ചുമയുടെ, അങ്ങനെയുള്ള കഫക്കെട്ടിൻ്റെ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ സ്റ്റോക്ക് ചെയ്യണതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെറുതെ വെച്ചിട്ടാണ് ഈ നീലക്കോട്ടയിൽ. ഞാൻ ഇപ്പോൾ അടുത്ത് കടയിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഈ ബ്ലാക്ക് ഹെയർ ബാൻഡ്. കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി, അപ്പോൾ രണ്ടാൾക്ക് ഓരോന്ന് വാങ്ങിച്ചു. അതുപോലെ ഹിമാലയയുടെ സ്റ്റിക്ക്, പിന്നെ വള, അതൊക്കെ ഇപ്പോൾ അടുത്ത് വാങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസം മുന്നേ പോയപ്പോൾ അതിന് സെറ്റ് ചെയ്ത് വെക്കാണ്ട് തൽക്കാലം ഞാൻ അവിടെ വെച്ചേക്കാണ്. പിന്നെ ചൂടിൻ്റെ പൗഡർ, അതുപോലെ ഈ ഒരു കൊട്ടല്ലേ, ഈ എന്താ പറയുക, മുളയുടെ ഇതുകൊണ്ട് ഉണ്ടാക്കിയുള്ള ഈ കൊട്ട, ഒരു വള്ളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ഫോട്ടോസ് കഴിഞ്ഞ ഓണത്തിന് ഫോട്ടോഷൂട്ട് എടുത്തതിൽ കുട്ടികൾ പൂക്കോട്ട ആക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ വള്ളി പോയപ്പോൾ ഞാനെന്തപ്പോൾ ഇതിൽ
മരുന്നുകൾ നമ്മളിപ്പോൾ ആവശ്യമുള്ള മരുന്നുകൾ ഇപ്പോൾ എന്തെങ്കിലും പനിക്കോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ആ ഓറഞ്ച് കൊട്ട മൊത്തം അങ്ങനെ എടുക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊട്ടയിൽ അട്ടച്ചിരിക്കുന്നത്. അതുപോലെ ആ ചെറിയ ബഡ്സിൻ്റെ പാത്രം അതിൽ ഗുളികകൾ, പനിയുടെ, ജലദോഷത്തിൻ്റെ, തലവേദനയുടെ, നീരിറക്കത്തിൻ്റെ, അങ്ങനെ ഗുളികളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നതാണ് അത്. ഇതിപ്പോൾ ഇതപ്പോൾ കഴിക്കണേ ചുമയുടെ സിറപ്പാണ് കേട്ടോ അവർക്ക് ഇവിടെ വെച്ചിട്ടുള്ളത്. അത് അങ്ങനെയുള്ളതൊക്കെയാണ്. ഇപ്പോൾ ഇതിപ്പോഴും ഓർഡർ അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചു എന്ന് മാത്രം. ഇതിപ്പുറത്തെ കളിയിൽ നമ്മളുടെ പാറുട്ടീനെ ഇന്നലെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ മരുന്നാണത്. അതൊന്ന് സെറ്റ് ചെയ്ത് ഇനി ഇവിടെ വെക്കണം. അങ്ങനെ കുറച്ച് പണികളും കൂടെ ഉണ്ട്. പിന്നെ നമ്മളിതാ ഈ ബോക്സിൽ കാർഡ്ബോർഡിൻ്റെ നേരത്തെ നമ്മൾ സ്കെച്ച് ഇതൊക്കെ ഇട്ട് വെച്ചിരുന്നത്, ആ പുതിയ സ്കെച്ചൊക്കെ ഇട്ട് വെച്ചാൽ അത് ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടാണ് നമ്മൾ ആ കൊട്ടയിലേക്ക് തന്നെ വെച്ചത്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഈ മരുന്ന് ഇപ്പം എടുക്കണ ഈ സ്കിന്നിൻ്റെ മരുന്നൊക്കെ ഇട്ട് വെക്കാമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇനിയും സെറ്റാക്കാണ്ട് ഇവിടെ ഇപ്പോൾ ഒന്നും കളയാനില്ല, ഇനി ഉള്ളത് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു ബോക്സ് നമ്മളുടേതായി ഇരിക്കണേ ഈ സംഭവം എന്താണെന്ന് അറിയുമോ, ഇത് ഓട്ടോമാറ്റിക് എയർ ഫ്രഷറാണ് കേട്ടോ. ഇതിന് മുന്നൊരെണ്ണം കൊടുക്കുന്നത് നമുക്ക് ശരിയായില്ല, അത് വർക്ക് ചെയ്യാണ്ടായപ്പോൾ രണ്ടാമത് വാങ്ങിയതാണ്. ഇത് കുഴപ്പമില്ല, പക്ഷെ അത് ആ സ്പ്രേ ചെയ്യുന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ മണം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ റൂമിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് മണം തോന്നാറില്ല കേട്ടോ. എന്തായാലും വെച്ചിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോക്സാണ് ഞാൻ ഈ ട്യൂടെക്സും അതുപോലെ പൗഡർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചത്. പക്ഷെ അത് ആ ബോക്സ് വിട്ട് വരുന്നുണ്ട്. മിക്കവാറും നമുക്ക് ആ ബോക്സ് മാറ്റേണ്ടി വരും. അതിനത്ര ഉറപ്പില്ല കേട്ടോ ആ ഒരു ബോക്സിന്. ആ പൊതിയിൽ ഇട്ടാപ്പൊട്ടിയാണ് കേട്ടോ. ഇട്ടാപ്പൊട്ടി അറിയില്ലേ, പിള്ളേർ ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു കുഞ്ഞ് പടക്കം പോലത്തെ, അതെന്നോ വാങ്ങി വെച്ചിട്ടുള്ളതാണ്. തണുത്ത എന്താ സംഭവം എന്നറിയില്ല. ഇപ്പോൾ അത് 1:10 കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ നന്നായി വിശക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഇതൊക്കെ ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കണം. ശരിക്കും അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ കുറേ സംഭവങ്ങൾ അതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാനുള്ളതൊക്കെ എടുത്ത് ഒഴിവാക്കിയിരിക്കുകയാണ്. അതുപോലെ നമ്മളുടെ ഈ ഒരു ഇതില്ല കേട്ടോ, ഡോറില്ല. അത് നമ്മൾ ഡോറ് മാറ്റിയിട്ട് അവിടെ ഗ്ലാസ് കണ്ണാടി വെക്കാമെന്നുള്ളൊരു പരിപാടിയിലായിരുന്നു. അളവൊക്കെ എടുത്ത് പോയിട്ട് കുറേ എന്നാൽ ഇനി കണ്ണാടി കൊടുന്ന് വെക്കാമെന്നറിയില്ല. ആൾക്ക് പണിത്തിരക്കാ തോന്നുന്നു, എന്താണെന്നറിയില്ല. ഇനി നമുക്ക് എടുക്കാനുള്ളൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ഫയലുകൾ. ഇതിൽ ഡോക്ടറെ കാണിക്കുന്നതും അതുപോലെ നമ്മുടെ ആധാർ, ഐഡൻറ്റി കാർഡ്, SLC ബുക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് വെച്ചിട്ട് എല്ലാതും ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനിയൊരു വേറൊരു ദിവസം ഞാൻ എടുത്ത് വൃത്തിയാക്കുള്ളൂ. ഇപ്പോൾ അതാ വൃത്തിയാക്കിയതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വൃത്തികേടുകളായിട്ട് കിടക്കുന്നുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റണം. ഇത് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാട്ടോ. ഇപ്പോഴല്ല, ഞാൻ ഒരുപാട് വട്ടം വായിച്ചിട്ടുള്ള ബുക്കാണ്. നമ്മൾ പാറുട്ടീനെ ഗർഭിണി കാണിക്കുന്ന സമയത്ത് ഏട്ടൻ വാങ്ങി തന്ന ബുക്കാട്ടോ. എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കണം എനിക്ക്. ഇത് ഇനി കളയാനുള്ളതാട്ടോ ഇരിക്കണതൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഏകദേശം സത്യം പറഞ്ഞാൽ ഈ ഒരു കള്ളി മാത്രമാണ് വൃത്തിയായിട്ടുള്ളത്. ബാക്കിയുള്ളത് അറേഞ്ച് ചെയ്ത് ഒന്നും കൂടെ ശരിയാക്കാനുണ്ട്. എന്നാലും ഇതന്നെ വൃത്തിയാക്കിയപ്പോൾ ഒരുപാട് സംഭവങ്ങൾ കളയാണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആയിരിക്കുന്നത് മാത്രമല്ല, അതിന് മുന്നേ ഞാൻ ഒരുപാട് കളഞ്ഞു. ഇപ്പോൾ വൃത്തിയാക്കിയപ്പോഴാണ് ഇത്രയും കിട്ടിയത്. ഇനി നമ്മൾ ഊണ് കഴിക്കണം. ഊണ് കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഊണ് കഴിക്കാൻ വന്നപ്പോഴാണ് കുറച്ച് കേട്ടോ. പ്രത്യേകിച്ച് നമുക്കൊന്നും സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ല. സാമ്പാറാണ്, പിന്നെ ഇന്നലത്തെ മീൻകറി അങ്ങനെ അതൊക്കെ ഇങ്ങനെ വിശേഷം ഇല്ലെങ്കിലും ഉണ്ടാവാറുള്ളൊരു പൂതി. അതൊക്കെ ചിലപ്പോൾ അങ്ങനെ വൈകുന്നേരം എണീറ്റ് വന്ന ചില ദിവസങ്ങളിൽ എന്തെങ്കിലും അട അല്ലെങ്കിൽ അവിൽ കുഴച്ചതോ അങ്ങനെ എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കാൻ തോന്നും. അപ്പം ഞാൻ അവിൽ കുഴച്ചാലോ വിചാരിച്ചു. നമുക്കിപ്പോൾ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ അവിലും സംഭവങ്ങളൊക്കെ. അപ്പം അതിലത്തെ അവിൽ കുറച്ചിരിക്കുന്നു. അപ്പം കുഴച്ചാലോ വിചാരിച്ചപ്പം അതിങ്ങനെ എടുക്കാൻ പോയപ്പോഴാണ് കുറച്ച് സേമിയ ഇരിക്കണേ ഞാൻ കണ്ടത്. പിന്നെ ഒരു പാക്കറ്റ് പാലും ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പായസം ഉണ്ടാക്കാറ്. അപ്പോൾ സേമിയത്തിൻ്റെ കൂടെ കുറച്ച് ഇതുണ്ട് കേട്ടോ, റവി ഞാൻ വറുത്തുണ്ട്. രസമല്ലേ പായസത്തിൽ. കുറച്ചുള്ളൂ കേട്ടോ, ഒരു പാക്കറ്റ് പാലുള്ളതന്നെ ഉള്ളൂ. അപ്പം അതിൻ്റെ പരിപാടിയിലാണ്. ഇനി പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റാവട്ടെ. അപ്പോഴേക്കും നമ്മളെ പാറുവിന് ഇപ്പോൾ ഒരു ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്. അവളെ ട്യൂഷൻ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയി. അപ്പോൾ ട്യൂഷനൊന്നും ഇല്ല. അപ്പോൾ ഓൺലൈനായിട്ട് ട്യൂഷൻ ചേർത്തിക്കണം. അങ്ങനെ 1 മണിക്കൂർ കേട്ടോ, 4 to 5 അല്ല 5 to 6.
അപ്പോൾ അവള് ട്യൂഷന് ഇരുത്തുമ്പോഴത്തേനും ഇതിൽ ചാർജ് ഫുള്ളാക്കണം. അതുപോലെ നമ്മളെ പായസത്തിലിടാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ല, അത് നമ്മളിവിടെ അടുത്ത് കട ഉണ്ട്, അവിടെ പോയി വാങ്ങുകയാണ്. അപ്പോൾ ഞാനത് ഫോൺ ചാർജിൽ ഇട്ടിട്ട് ഞാൻ കടയിൽ പോവുകയാണ്. ഇനി ചിലപ്പോൾ നമ്മളെ പാറുവിന് ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുള്ളൂ. അപ്പം അതുവരെ ഓക്കെ. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ വാങ്ങിക്കൊടുന്നിട്ട് ഇതാ പായസത്തിൽ വറവിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് ചൂടാറിയിട്ട് കുടിക്കട്ടെ. അത് കഴിഞ്ഞാൽ പാറുവിന് നേരെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. പാറുട്ടിയുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു കേട്ടോ, ട്യൂഷൻ കഴിഞ്ഞു. ചോറ് തിളപ്പിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മളെ ദേവുട്ടിയുടെ മേലെഴുതൽ കഴിഞ്ഞു. അപ്പോൾ അവർ മൂന്നാളും അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ശ്രേയയും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ മൂന്നാളും കൂടി അവിടെ നിന്ന് കളിക്കുകയാണ്. അപ്പം ഞാനെന്താ ചോറ് തിളപ്പിച്ച് വിട്ടാനുണ്ട്. തിളപ്പിച്ച് വിട്ടി വെച്ചാൽ നമ്മളെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ മേല് കഴുകുക, പിന്നെ കുറച്ച് നേരം ഒന്ന് കിടക്കും. ഇന്നിപ്പോൾ തുണികളൊന്നും മടക്കാനില്ല, അല്ലെങ്കിൽ കുറേ ഉണ്ടാവും. ഇന്നിപ്പോൾ നമ്മൾ ഒന്നും ഉണങ്ങിയിട്ടില്ല, ഒക്കെ ഉള്ളിൽ തന്നെ ഇട്ടിട്ടുള്ളത്. പുറത്തേക്ക് ഒന്നും ഇടാനും മഴ തന്നെ അല്ലായിരുന്നു, അത് കാരണം ഒന്നും ഉണങ്ങിയതില്ല. ഇന്നലെ പിന്നെ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. അപ്പം ഒന്ന് മടക്കാനുള്ള പരിപാടിയില്ല. പറ്റുമെങ്കിൽ അവിടെ ആ ഷെൽഫ് തന്നെ ഒന്നും കൂടെ ക്ലിയർ ആക്കണം. ഞാൻ ആ അടിയിലത്തെ ഷെൽഫ് കാണിച്ചിട്ടുണ്ട്, അവിടെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കണം എന്ന് വിചാരിക്കും. ഇതിൻ്റെ മൂട് പോലെ ഇരിക്കും. എന്തായാലും ഞാൻ ചോറ് തിളപ്പിച്ചിട്ട് കേട്ടോ. അപ്പോൾ ആ മെയിലെഴുതലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയായിരുന്നു കേട്ടാ. പാറുട്ടിക്ക് ഹോംവർക്കൊക്കെ ചെയ്യാണ്ടായിരുന്നു, അത് ചെയ്തു. ദേവുട്ടീനെ പഠിപ്പിച്ചു. ദേവുട്ടി റാന്നൊക്കെ എഴുതാൻ പഠിച്ചു കേട്ടോ. റാ എഴുതാൻ പഠിച്ചു. പിന്നെ എന്താ പറഞ്ഞ ഞാൻ എഴുതാൻ പഠിച്ചു. പിന്നെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ പോണു. ഒന്ന് ഒതുങ്ങിയിരിക്കണോ. ഇനി പുസ്തകമൊക്കെ എടുത്ത് വെക്കണം. പിന്നെ ഇതാ അലമാരയുടെ മുകളിൽ കാണണേ, ഇവരുടെ അലമാരയുടെ മുകളിൽ കാണണേ കുറച്ച് തുണികളുണ്ട്. അതൊക്കെ ഒന്ന് അലമാരയ്ക്ക് കയറ്റാണ്ട് അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ ഒന്ന് ഒതുക്കി പുസ്തകമൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും 9 മണിയാവും. 8:05 എന്നിട്ട് ഞങ്ങൾ മാമ നിന്ന് നേരത്തെ കിടക്കൂല. പിന്നെ അച്ഛല്ലല്ലോ ഇവിടെ. അപ്പൊ ഞങ്ങള് നേരത്തെ ചോർന്ന് കിടക്കണം. നാളെ സ്കൂളൊക്കെ ഉണ്ട്. എന്താ പറയാ ഫ്രണ്ട്സ് എന്നല്ലേ പറയണത്. അയ്യോ ഹായ് ഫ്രണ്ട്സ് എന്നാട്ടോ പറയണത്. എന്നാ ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ. അങ്ങനെ പപ്പടവും മീൻകറിയും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഊണയ്ക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പാത്രങ്ങൾ കഴുകാളൊക്കെ കൊടുന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം കഴുകി വയ്ക്കുകയാണ്. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. നന്നായിട്ട് ഇങ്ങനെ പെയ്യല്ല, പക്ഷെ ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. പാത്രമൊക്കെ കൊടുന്ന് ഒതുക്കി വെച്ചു. ഇനിയിപ്പോൾ അത് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടുക കേട്ടോ. വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് തുടച്ചിടുക. അപ്പോൾ അതാ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഞങ്ങളിത് ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. നാളെ നമ്മൾ നാളേക്ക് നൂലിപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലേക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും എടുക്കാൻ പോവാം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അതിലോളം എന്നുള്ള ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.